ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ നോർത്ത് സ്ട്രീറ്റ് ഫുഡിലെ എല്ലാവർക്കും സ്വാഗതം. അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾക്ക് പിന്നെ ഒന്നും നമ്മൾക്ക് അരി വെള്ളത്തിൽ കുതിർന്ന് വയ്ക്കേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് ഫെർമെൻറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ ഈസ്റ്റോ സോഡ ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മുടെ അപ്പം തന്നെ അരിക്കുക, അപ്പം തന്നെ നമ്മുടെ ഉണ്ടാക്കി തയ്യാറാക്കി എടുക്കുക. വളരെ എളുപ്പത്തിൽ നമ്മുടെ നല്ല അടിപൊളിയായിട്ട് നീര് ദോശ നമ്മുടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ ആക്കിക്കോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പ് പച്ചരി എടുത്തിട്ട് നന്നായിട്ട് ഇതിലേക്ക് ഇതേപോലത്തെ നിങ്ങളുടെ കയ്യിൽ ഏത് പച്ചരി, റേഷൻ കടയത്തോ അല്ലെങ്കിൽ കടയത്തോ ഏത് പച്ചരി ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് 3-4 പ്രാവശ്യം നമ്മൾക്ക് നല്ല വെള്ളം തളിഞ്ഞ് വരെ നമ്മൾക്ക് നല്ല തീനി കിട്ടുന്ന വരെ നമ്മൾക്ക് നന്നായിട്ട് വാഷാക്കി ഇട്ട് ഒരു 4 മണിക്കൂർ നമ്മുടെ സോക്കാക്കി വെക്കണം കേട്ടോ ഇതിലേക്ക്. പിന്നെ ഈ പ്രോസസ്സ് മാത്രം നമുക്ക് കുറച്ച് ലോങ് ഉണ്ട്. ഒരു 4 മണിക്കൂർ നമുക്ക് അരി വെള്ളത്തിലിട്ട് വെക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇതിലേക്ക് പിന്നെ ആട്ടി ശേഷം നമുക്ക് നോർമൽ ദോശ നമ്മുടെ ചുട്ടെടുക്കുമ്പോൾ ശരിക്കും നമുക്ക് മാവ് ഇതൊക്കെ ആയിട്ട് തലേദിവസം ആട്ടി വെക്കാണ്ട് ഇതൊക്കെ പണി ഉണ്ടാവില്ലേ. പക്ഷേ ഈ ദോശയ്ക്ക് ആ പണി അങ്ങനെ ഇതൊന്നും ഇല്ല. അപ്പോൾ ഇനി നമ്മുടെ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എല്ലാ വെള്ളം ഊട്ടി ശേഷം നമുക്ക് അരി മാത്രം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.25 കപ്പ് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അല്ലാണ്ട് 1/4 കപ്പ് നമ്മൾക്ക് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല ഓരോ മഷ് പോലത്തെ നല്ല ഫൈൻ പേസ്റ്റ് നമ്മൾ തയ്യാറാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ വേഗം സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ ഇതുവരെ നിങ്ങൾ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഓൺലി ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ വീഡിയോത്തും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിലേക്ക് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് നല്ല മെഷ് പോലെ ഫൈൻ പേസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമ്മൾക്ക് തീരെ ഇതൊന്നും ഇങ്ങനെ നമ്മൾക്ക് ഒരു ക്രഷ് പോലത്തെ ആയിട്ട് നമ്മൾക്കൊരു ഫീല് വരുന്നില്ലേ നമ്മുടെ ഫിംഗേഴ്സിന്, അങ്ങനെ ഇതൊന്നുമില്ല. നല്ല ഫൈൻ പേസ്റ്റ് പോലത്തെ നമ്മൾക്കൊരു ഫീല് വരണം. അതുവരെ നമ്മൾക്ക് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതായി നമ്മൾക്ക് നന്നായിട്ട് അരി നമ്മൾക്ക് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് അതേ സെയിം മിക്സി ജാർ ഇതിലേക്ക് വാഷാക്കിയിട്ട് പിന്നെ തിരിച്ച് ഇതിലേക്ക് തന്നെ ചേർത്തിട്ടുണ്ടോ. പിന്നെ ഇതേപോലത്തെ നമുക്ക് ഓരോ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്നും മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ശരിക്കും നമുക്ക് അരയ്ക്കുമ്പോൾ 1 കപ്പ് വെള്ളം ചിലവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് സെയിം അതേ 1 കപ്പ് വെള്ളം നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ആക്കണം. അപ്പോൾ ഞാൻ ടോട്ടൽ ഇങ്ങനെ നോക്കുമ്പോൾ 2.5 കപ്പ് ഇതിലേക്ക് വെള്ളം ഫുള്ളായിട്ട് ടോട്ടൽ ഞാൻ 2.5 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നന്നായിട്ട് ഇത് നല്ല നീര് ദോശ പറയുമ്പോൾ വളരെ എന്താ പറയുക നല്ല വെള്ളം പോലെ നമ്മൾക്ക് ആക്കി വെക്കും. പക്ഷെ ഒരുപാട് വെള്ളം പോലത്തെ ആക്കി എടുക്കാണ്ട്, പക്ഷെ കുറച്ചുകൂടെ മാവിൻ്റെ ഒരു ഇത് വേണം. പിന്നെ ഒരു 3-4 ഡ്രോപ്പ് ഓയിൽ ഇതൊക്കെ ഇട്ടിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് ഇതേപോലത്തെ ഒന്ന് തുടച്ചെടുക്കുക. ഒരു ഗ്രീസ് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ തുടച്ചെടുക്കുക പോലത്തെ നമുക്ക് തയ്യാറാക്കി. പിന്നെ എൻ്റെ അടുത്ത് ദോശക്കല്ല് നല്ല വലുപ്പമാണ്. അതെല്ലാം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇതാണ്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു ദോശക്കല്ലുണ്ടെങ്കിൽ അതെല്ലാം സുഖമായി ഞങ്ങൾക്ക് ചുട്ടിയെടുക്കട്ടെ. ഇതിൽ ഒരുപാട് വെള്ളം പോലെയല്ലേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ അത് പെട്ടെന്ന് നെൽത്തായിട്ട് പോവും. അത് കാരണം ഞാൻ അതെടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലത്തെ ആകെ ഒരു 2 മിനിറ്റ് നമുക്ക് മതി. മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾക്ക് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ല നമ്മൾക്ക് വേറെ നമ്മൾക്ക് ഈ ഉളുന്ത് ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾക്ക് മാവ് ഉലുവ ഉളുന്ത് ഇതൊക്കെ ചേർത്ത് നമ്മൾക്ക് മാവാട്ടെടുക്കില്ലേ, അതിൽ അത്ര ക്രിസ്പായിട്ട് വരുന്നില്ല കേട്ടോ. ഇത് വളരെ സോഫ്റ്റും പിന്നെ ഇതിലേക്ക് തേങ്ങ ചേർത്തിട്ടുണ്ടല്ലേ, അതിൽ സ്മെല്ലും എനിക്ക് പറയാനൊന്നും ഇല്ല കേട്ടോ. അത്രയും നല്ല അടിപൊളി സ്മെല്ല് തന്നെ. ഇതേപോലത്തെ നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിൽ നമ്മൾക്ക്
നമുക്ക് ചട്ടി ചൂടാവണം കേട്ടോ, ദോശക്കല്ല് ഇതൊക്കെ നമുക്ക് ചൂടാവണം. പിന്നെ ഒരു പ്രാവശ്യം ഇത് ചൂടായ എത്ര പേപ്പർ പോലെ നൈസ് തന്നെ അത് പെട്ടെന്ന് നമ്മൾക്ക് ഒരു 2 മിനിറ്റ് കൂടെ വേണ്ട, ഒരു 30 സെക്കൻഡ് 35 സെക്കൻഡ് ഉള്ളിൽ തന്നെ നമ്മൾക്ക് ഇത് വെന്തി കിട്ടും അത്ര. പിന്നെ ഓയിലും നെയ്യോ ആ ബട്ടറോ അതൊന്നുണ്ടേ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതേപോലത്തെ എല്ലാം ചുട്ടി എടുത്തിട്ടുണ്ട്. സെയിം പ്രോസസ്സ് നിങ്ങൾക്ക് ഇതേപോലത്തെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങ ചട്നിയും പിന്നെ മുളക് ചട്നി ഇഡ്ഡലി പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുളക് ചട്നി സാമ്പാർ എന്ത് നിങ്ങളുടെ ഇതിൽ കൂട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടത്തിൽ നിങ്ങൾ എൻജോയ് ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ നിങ്ങൾ മറക്കണ്ട. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. ഒരു ലൈക്ക് ചെയ്യാൻ തീരെ മറക്കണ്ട. വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി കോക്കനട്ട് ദോശ നമ്മുടെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ഞാൻ എന്ത് പറയാം, അതിലേക്ക് തൊടു നോക്കുമ്പോൾ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ എത്ര സോഫ്റ്റ് ഉണ്ടല്ലേ, നല്ല സോഫ്റ്റ് പറയുമ്പോൾ നല്ല സോഫ്റ്റ് തന്നെ. പിന്നെ ഇതിലേക്ക് തേങ്ങ ചേർത്തിട്ടുണ്ടല്ലേ, അതിൽ സ്മെല്ലും അതിൽ ടേസ്റ്റ് എനിക്ക് പറയാനും ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായില്ലേ എത്ര സോഫ്റ്റ് ഉണ്ട് ഇത്. നല്ല സോഫ്റ്റ് പറയുമ്പോൾ നല്ല സോഫ്റ്റ് തന്നെ. നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ ഇത് കഴിക്കുമ്പോൾ നല്ല ഗംഭീരമായി പറയുമ്പോൾ നല്ല ഗംഭീരം, തേങ്ങൻ്റെ ടേസ്റ്റും മണം എനിക്ക് പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ കോക്കനട്ട് ദോശ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ നമ്മൾക്ക് അടുത്ത വീഡിയോയിലേക്ക് ഞാൻ നല്ല അടിപൊളിയായിട്ട് ഒരു പുതിയ റെസിപ്പി കൊണ്ടുവരാം. അപ്പോഴേക്കും എല്ലാവർക്കും നന്ദി. താങ്ക് യു. സ്റ്റേ ഹാപ്പി.